ഇന്ന് ഞാൻ ഒരു മാങ്ങ ചമ്മന്തിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഈ പറിച്ചുകൊണ്ട് വന്ന മാങ്ങയൊന്ന് അരിഞ്ഞ് എടുക്കുകയാണ്. നല്ല പുളിയുള്ള മാങ്ങയാണ്. മാങ്ങയിലേക്ക് ആവശ്യമായ കുറച്ച് ചുവന്നുള്ളി, കുറച്ച് വറ്റൽമുളക്, കുറച്ച് എരിവുള്ള മുളക്, ഒരു കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞത്, ഒരു തേങ്ങ തിരുമിയത് തയ്യാറാക്കാൻ പോവുകയാണ്. കുറച്ച് വെളിച്ചെണ്ണ ചട്ടിയിലോട്ട് ഒഴിക്കുകയാണ്. പിന്നെ ചട്ടിയിലോട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അതിലേക്ക് കുറച്ച് ചുവന്നുള്ളി ഇടുക. നല്ലപോലെ ഒന്ന് വാടി വരട്ടെ. ഇത് ഇനി നമുക്ക് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് വറുത്ത് കോരി മാറ്റി വെക്കാം. മാങ്ങ വറുത്ത് കോരുകയാണ്. മാങ്ങയൊക്കെ ഒന്ന് മൊരിഞ്ഞ് വരുന്നുണ്ട്. തേങ്ങയും കൂടെ വറുത്ത് കോരി എടുക്കുക. മാങ്ങയെല്ലാം ഒന്ന് വറുത്ത് പൊടിച്ച് എടുക്കാൻ പോവുകയാണ് മിക്സിയിലിട്ട്. മാങ്ങ വറുത്തൊക്കെ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനതിലേക്ക് ഈ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ വറുത്ത മാങ്ങ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. മാങ്ങ ചമ്മന്തി മാത്രം മതി നമുക്ക് ചോറ് കഴിക്കുന്നതിനും ചപ്പാത്തി അപ്പോൾ ഒക്കെ കൂട്ടി കഴിക്കാൻ നല്ലതാണ്. എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. ചമ്മന്തി നല്ലതുപോലെ ആറിക്കഴിയുന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ഒരു ചില്ലുകുപ്പിക്കകത്തിട്ട് സൂക്ഷിച്ച് വെച്ചാൽ എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും. അത് ഫ്രിഡ്ജിനകത്തും സൂക്ഷിക്കാം.